ഹലോ, ഇന്ന് ഉച്ചക്കലത്തെ ഓട്ടപ്പാച്ചിലൊന്ന് കണ്ടാലോ? കുറേ നേരം മടിച്ചിരുന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോകണമായിരുന്നു. മരുന്നും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ജംഗ്ഷനിൽ വന്നപ്പോൾ 2-3 ചേച്ചിമാരൊക്കെ ഇരുന്ന് മീൻ വിൽക്കുന്നു. അയല മീൻ, കുറേ മീനുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ അയല മീനാണ് ഇഷ്ടപ്പെട്ടത്. അയല മീനുമൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. മീൻ വൃത്തിയാക്കുന്ന കണ്ടപ്പോഴേ മോള് പറഞ്ഞ്, ഉമ്മ ആ മീനിൻ്റെ പരുവൊക്കെ എടുത്ത് നമുക്ക് വറുത്താലോ എന്ന്. പക്ഷേ മീൻ കഴുകുന്ന വഴിയിൽ പരുവെല്ലാം സിങ്കിൽ കൂടെ താഴെ അങ്ങ് പോയി. ഒന്നും കിട്ടിയില്ല, കുറച്ച് കിട്ടി. അതെടുത്ത് പൊരിക്കാൻ വെച്ചു. കണ്ടിട്ട് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഒരു മെലിഞ്ഞ് തേമ്പിയിരിക്കുന്ന പോലെ. 3 വലുതും പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. എനിക്കും അത്രയ്ക്ക് പാചകമൊന്നും അറിയത്തില്ല. ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം മമ്മിയുടെ നിന്നാണ് പാചകമൊക്കെ പഠിച്ചത്. മമ്മിയുടെ കൂട്ടുകളാണ് എൻ്റെയും പാചകം. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരുമിച്ച് എല്ലാം എടുക്കാമെന്ന് വയ്ക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ മറന്ന് 1-2 പ്രാവശ്യം തുറക്കേണ്ടി വരും. മീൻ അരപ്പൊക്കെ പിരവി കുറച്ച് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കും. ഒന്ന് സെറ്റായിട്ടാണ് പൊരിക്കാനിടുന്നത്. പെട്ടെന്ന് കറിവേപ്പില ഇല്ലായിരുന്നു. ഓടിപ്പോയി കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വന്ന് മരത്തിൽ പോയി പിച്ചെടുത്ത്. തേങ്ങ ഞാൻ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. എനിക്കിഷ്ടം കറി പച്ചയ്ക്ക് കൂട്ടിയരച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം. ഞാനിപ്പോൾ എടുത്ത് കാണിച്ചത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരമുണ്ട്, പറങ്ങേണ്ടിയുടെ. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. മക്കൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല. അവർക്ക് പാൽപ്പുളിയാണോ ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് വെക്കാൻ എളുപ്പം ഈ കറിയാണ്. ഈ കറി വെച്ചിരുന്നിട്ട് പിറ്റേന്ന് പഴകി അപ്പത്തിനൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. 2-3 മുരിങ്ങക്ക ഉണ്ടായിരുന്നു. അത് അവിയലുണ്ടാക്കി. ഒരു കൊച്ചു കിഴങ്ങുണ്ടായിരുന്നു, അവിച്ച്. മീൻ പൊരിച്ചപ്പോൾ തന്നെ മോള് ആ ചൂടോടെ ആ കിഴങ്ങും കൂട്ടി കഴിച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ കിഴങ്ങും കൂട്ടി കഴിക്കുന്നത്. ഈ മീൻ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കറിയിലിട്ടത്. പക്ഷെ പൊരിച്ച മീൻ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ കിഴങ്ങും അവിച്ച്, മുരിങ്ങക്ക അവിയലുണ്ടാക്കി, മീൻ പൊരിച്ച്. പക്ഷെ മീൻ ചള്ളാണെങ്കിലും കറി വേസ്റ്റ് ആക്കിയില്ല കേട്ടോ. മീനെല്ലാം എടുത്ത് മാറ്റി. ആരും കഴിക്കത്തില്ല മീൻ കറിയിൽ. മീനൊക്കെ എടുത്ത് മാറ്റിയിട്ട് കറി ഉപയോഗിച്ച്. പെട്ടെന്ന് വേവാൻ വേണ്ടി ബീറ്റേരിയിട്ടാണ് വെച്ചത് ചോറ്. പിന്നെ പെട്ടെന്ന് തൈരും കലക്കി. വേറൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഉച്ചക്കലത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ, സ്കിപ്പ് ചെയ്യാതെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.